നമസ്കാരം. മിറക്കിൾ ടാരോട്ട് ഹീലിംഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്ന റീഡിംഗ് എന്നത്തെയും പോലെ നിങ്ങളുടെ വ്യക്തി ഇന്നത്തെ ദിവസം ആ വ്യക്തിയുടെ ജീവിതത്തിലുണ്ടായ കാര്യങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ നടക്കാനിരിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. എപ്പോഴും പറയുന്നത് പോലെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജീസ് ഉണ്ട് ഇതിനകത്ത്. നിങ്ങളുമായിട്ട് റെസൊണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രമേ സ്വീകരിക്കാവൂ, അല്ലാത്തതൊക്കെ വിട്ടുകളയണം. ഒരിക്കലും നെഗറ്റീവ് എനർജീസിനെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക. ഇത് ടൈംലെസ് റീഡിംഗ് ആയതുകൊണ്ട് തന്നെ നിങ്ങളിത് എപ്പോഴാണോ കാണുന്നത് ആ ഒരു ടൈം തൊട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് ഇത് റെസൊണേറ്റ് ആവാൻ തുടങ്ങുന്നതായിരിക്കും. പിന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ആണെങ്കിലോ കരിയറിൻ്റെ ആണെങ്കിലോ വ്യക്തമായിട്ട് കാര്യങ്ങൾക്കൊരു ക്ലാരിറ്റി വേണമെന്നുണ്ടെങ്കിൽ അത് പേഴ്സണൽ റീഡിംഗ് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. പേഴ്സണൽ റീഡിങ്ങിൻ്റെ ആവശ്യത്തിനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങളുടെ പ്രശ്ന പരിഹാരത്തിനായിട്ട് റിച്വൽസും പേഴ്സണൽ റിച്വൽസും ഏലസും യന്ത്രങ്ങളും ബ്രേസ്ലെറ്റ്സും എല്ലാം ലഭ്യമാണ്. ഓരോ ആൾക്കാരുടെ പ്രശ്നത്തിൻ്റെ കാഠിന്യം അനുസരിച്ചിട്ടാണ് ഓരോ കാര്യങ്ങൾ ഓരോരോ പരിഹാരങ്ങൾ സജസ്റ്റ് ചെയ്യുന്നത്. നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. വന്നിരിക്കുന്ന കാർഡ്സ് എല്ലാം എന്തൊക്കെയാണെന്ന് നോക്കാം. ഓം നമഃ ശിവായ. ഇവിടെ വന്നിരിക്കുന്ന കാർഡ്സ് 2 of Wands, 8 of Pentacles, 9 of Cups, The Empress, 3 of Swords, 5 of Cups, Judgment, 9 of Pentacles. ബോട്ടം ഓഫ് ദ ഡെക്കായിട്ട് വന്നിരിക്കുന്നത് 8 of Cups ആണ്. ഏഞ്ചൽസ് മെസ്സേജും ഉണ്ട്. നമുക്ക് അവസാനം ഏഞ്ചൽസ് മെസ്സേജും എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഇന്നത്തെ ദിവസം നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിൽ നടക്കാനിരിക്കുന്നതും നടക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ വ്യക്തി അവരുടെ ജീവിതത്തിൽ സാധാരണമായിട്ട് ഇന്നലെ വരെ എന്തൊക്കെയാണോ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ അതുപോലത്തെ ഒരു ദിവസമായിരിക്കും ഇന്ന് എന്നിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ചെറിയൊരു പ്രശ്നം നടക്കുന്നതായിട്ടും കാണുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ നിങ്ങളുടെ എനർജിയും വന്നിട്ടുണ്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾ എന്തൊക്കെയോ കാര്യത്തിൽ മനപ്രയാസം അനുഭവിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് നിങ്ങളുടെ വ്യക്തി നിങ്ങളിൽ നിന്ന് എന്തൊക്കെയോ മറച്ചു വെക്കുന്നു എന്നൊക്കെയുള്ളൊരു തോന്നൽ നിങ്ങൾക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ ഇവിടെ ഈ ഒരു വ്യക്തിയെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അതായത് ഈ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ അടുത്തുള്ള മാറ്റം, എന്തെങ്കിലും സ്വഭാവത്തിന് നല്ല രീതിയിൽ ഒരു പെരുമാറ്റം ഉണ്ടാകുമോ എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇവിടെ നിങ്ങളുടെ വ്യക്തി ഇന്നത്തെ ദിവസം നിങ്ങളെക്കുറിച്ചിട്ട് ആലോചിക്കുന്നതായിട്ടും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ അടുത്ത് ഇന്നത്തെ ഒരു ദിവസം നിങ്ങളുടെ വ്യക്തി കോണ്ടാക്റ്റ് ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തിയിൽ നിന്ന് സന്തോഷകരമായിട്ടുള്ള സ്നേഹമായിട്ടുള്ള ഒരു സാമീപ്യം, ഒരു പെരുമാറ്റം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. നിങ്ങൾ ഓരോ ദിവസവും ചിലപ്പോൾ നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ അടുത്ത് സ്നേഹമായിട്ട് പെരുമാറുമെന്ന് കരുതി നിങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവാം. ഇന്ന് നിങ്ങളുടെ ആ ഒരു കാത്തിരിപ്പിന് ഒരു റിസൾട്ട് ലഭിക്കും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പിൽ പ്രശ്നമുണ്ടാക്കാൻ ഒരു തേർഡ് പേഴ്സൻ്റെ നല്ല രീതിയിലുള്ള ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. അത് വളരെ നെഗറ്റീവായിട്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ബാധിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. ഈ ഒരു തേർഡ് പേഴ്സൺ അത് ആരുമാകട്ടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇടയിൽ പ്രശ്നം ഉണ്ടാക്കാൻ വന്ന അത് ഏതൊരു വ്യക്തിയാവട്ടെ, ആണെന്നില്ല പെണ്ണെന്നില്ല, അങ്ങനെ ഏതെങ്കിലും ഒരു വ്യക്തിയാവട്ടെ, ആ ഒരു പേഴ്സൺ ഇന്നത്തെ ദിവസവും നിങ്ങൾ തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പിൽ പ്രശ്നമുണ്ടാക്കാൻ മാക്സിമം ശ്രമിക്കുന്നതായിട്ടും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങളുടെ വ്യക്തിക്ക് ഏറ്റവും അടുത്ത് പരിചയമുള്ള ഒരു വ്യക്തി തന്നെയാണ് ഈ ഒരു തേർഡ് പേഴ്സൺ എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. നിങ്ങളെ പറ്റിയിട്ട് ഈ ഒരു തേർഡ് പേഴ്സൻ്റെ അടുത്ത് നിങ്ങളുടെ വ്യക്തി വളരെ സന്തോഷമായിട്ടും സ്നേഹമായിട്ടും നിങ്ങളെക്കുറിച്ച് നല്ല കാര്യങ്ങൾ ഈ ഒരു തേർഡ് പേഴ്സൻ്റെ അടുത്ത് പറയാനുള്ള സാധ്യതയാണ് ഇന്നത്തെ ദിവസം കാണുന്നത്. പക്ഷേ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു തേർഡ് പേഴ്സൻ്റെ അടുത്ത് നിങ്ങളെപ്പറ്റി നല്ല കാര്യങ്ങൾ പറയുന്നത് ഈ ഒരു തേർഡ് പേഴ്സണിന് ഇഷ്ടപ്പെടില്ല എന്ന് തന്നെയാണ് കാണിക്കുന്നത്. ഈ ഒരു തേർഡ് പേഴ്സണിന് ഉണ്ടാകുന്ന നിങ്ങളെക്കുറിച്ചിട്ട് ഉണ്ടാകുന്ന ഒരു നെഗറ്റീവ് തോട്ട്സ്, അത് നിങ്ങൾക്ക് ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യങ്ങൾ ജീവിതത്തിൽ നടക്കാനുള്ളതായിട്ടുള്ളൊരു റീസണാണ് ഇവിടെ കാണുന്നത്. ഇവിടെ എന്നിരുന്നാലും ഇന്നത്തെ ദിവസം നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ അടുത്ത് സ്നേഹമായിട്ട് തന്നെ പെരുമാറുമെന്നാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ ശരിക്കും കുറേ ദിവസമായിട്ട് ഇവിടെ ഡിസപ്പോയിൻറ്റഡ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ഒരു ചിന്ത എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് മറ്റേതോ സ്ത്രീ അല്ലെങ്കിൽ പുരുഷനുമായിട്ടൊരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ അല്ലെങ്കിൽ വേറൊരാളുമായിട്ട് എന്തൊക്കെയോ ഒരു അഫെയർ ഉള്ളതായിട്ട് നിങ്ങൾക്ക് ഒരു സംശയമുള്ളതായിട്ട് കാണുന്നുണ്ട്.
നിങ്ങൾ ആദ്യം തന്നെ വിചാരിക്കുക, ആവശ്യമില്ലാതെ സംശയങ്ങൾ ഇന്നത്തെ ദിവസം വെക്കാൻ പാടില്ല. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തന്നെ നിങ്ങളുടെ വ്യക്തിയുടെ അടുത്ത് നിങ്ങളത് ഓപ്പണായിട്ട് ചോദിക്കാതിരിക്കുക. കാരണം നിങ്ങളിങ്ങനെ ചോദിക്കും തോറും ആ വ്യക്തിക്ക് നിങ്ങളുടെ അടുത്ത് കള്ളങ്ങൾ പറയാനുള്ള, ഒരുപാട് കള്ളം പറയാനുള്ളതും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഹൈഡ് ചെയ്യണം എന്നൊക്കെ തോന്നാനുള്ള ആ ഒരു ചിന്ത വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കൂടുതൽ കുത്തി ചോദിക്കാതിരിക്കുക. ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെയാണ് ഇപ്പോഴും പറയുന്നത്. ആ വ്യക്തിയിൽ നിന്ന് എന്തെങ്കിലും ഒരു ആ വ്യക്തി നിങ്ങളുടെ അടുത്ത് കള്ളം പറയുകയാണ്, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് എന്തൊക്കെയോ മറയ്ക്കുകയാണ് എന്നുള്ളൊരു ചിന്ത വരികയാണെങ്കിൽ തന്നെ നിങ്ങളത് തുറന്ന് ചോദിക്കേണ്ട. ആ വ്യക്തി തന്നെ നിങ്ങളുടെ അടുത്ത് തുറന്ന് പറയും എന്ന് തന്നെയാണ് കാണുന്നത്. ഇന്ന് വരെയും നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിൽ ആ വ്യക്തി നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും മറച്ചിട്ടുണ്ടെങ്കിൽ ഒരു 6 മാസത്തിനുള്ളിൽ നിങ്ങളുടെ അടുത്ത് അത് റിവീൽ ചെയ്യാനുള്ള സാധ്യതയാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങൾ ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യുക. നിങ്ങളുടെ വ്യക്തിയിൽ നിന്നും പ്രതീക്ഷിക്കുന്ന, ഇത്രയും നാളും നിങ്ങൾ പ്രതീക്ഷിച്ച ആ ഒരു സ്നേഹം കിട്ടിയില്ല എന്ന് കരുതിയിട്ട് നിങ്ങളുടെ ഒരുപക്ഷെ ഇന്നത്തെ ദിവസം പോലും നിങ്ങൾ വിചാരിക്കുന്നത് ഈ ഒരു റിലേഷൻഷിപ്പ് വേണ്ട, എങ്ങനെയെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പ് കളഞ്ഞിട്ട് മൂവ് ഓൺ ചെയ്യാം. അത് നിങ്ങൾ വെയിറ്റ് ചെയ്യൂ. അങ്ങനെ ഇന്നത്തെ ദിവസം ആ ഒരു തീരുമാനം നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എടുക്കാനിരിക്കുകയാണെങ്കിൽ ആ ഒരു തീരുമാനം എടുക്കാൻ വരട്ടെ. നിങ്ങൾ വെയിറ്റ് ചെയ്യൂ എന്ന് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. കാരണം നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളുടെ അടുത്ത് സ്നേഹമുണ്ട്. നിങ്ങളുടെ അടുത്ത് തന്നെയാണ് ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമുള്ളത്. പക്ഷെ നിങ്ങളുടെ അടുത്ത് എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ഒന്നും ആ വ്യക്തിക്ക് തുറന്ന് സംസാരിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത്, നിങ്ങൾ എന്തൊക്കെ ആ വ്യക്തിയുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാലും കൂടുതലും നിങ്ങളിൽ നിന്ന് ഹൈഡ് ചെയ്യാനുള്ള ഒരു മനോഭാവമാണ് ആ വ്യക്തിക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ ഒരു നിങ്ങൾ സംശയിക്കുന്ന ഒരു തേർഡ് പേഴ്സൺ ഉണ്ടല്ലോ, അത് ആരും ആവട്ടെ, അത് നിങ്ങളുടെ വ്യക്തിക്കുണ്ടാവുന്ന മറ്റൊരു റിലേഷൻഷിപ്പ് തന്നെയാണ് എന്ന് നിങ്ങൾ 100% വിശ്വസിക്കരുത്. കാരണം അങ്ങനെ വിശ്വസിക്കാൻ ടൈം ആയിട്ടില്ല എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. അത് നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ പ്രശ്നം ഉണ്ടാക്കേണ്ട ഏതൊരു വ്യക്തിയാവട്ടെ, ആ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങളുടെ വ്യക്തി ഇന്നത്തെ ദിവസം സംസാരിക്കുന്നുണ്ട്, അവരുമായിട്ടൊരു കോണ്ടാക്റ്റ് വെക്കുന്നുണ്ട് എന്നും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അത് ചിലപ്പോൾ നിങ്ങളുടെ റിലേറ്റീവ്സ് ആവാം, അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയുടെ റിലേറ്റീവ്സ് ആവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആവാം, ആരുമായിട്ടോ ആവട്ടെ. പക്ഷേ ഈ ഒരു തേർഡ് പേഴ്സണിൽ നിന്നും വരുന്ന ഒരു നെഗറ്റീവ് എനർജിയാണ്. അവർ ബ്ലാക്ക് മാജിക് ചെയ്യണമെന്ന് പോലുമില്ല, പക്ഷേ ഈ ഒരു തേർഡ് പേഴ്സണിൽ നിന്നും വരുന്ന ഒരു നെഗറ്റീവ് എനർജിയാണ് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഇത്രയേറെ കൂട്ടുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ ചിലപ്പോൾ ഒരു നാവിനൊരു നിയന്ത്രണം കാണില്ല, ആ വ്യക്തിയെടുത്ത് എന്ത് പറയണം എന്നൊക്കെ. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങളുടെ മൈൻഡ് സെറ്റിനെയും നിങ്ങളുടെ നാവിനെയൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുക. മാക്സിമം നിങ്ങളുടെ വ്യക്തിയിൽ നിന്നും പ്രൊവോക്ക് ചെയ്യുന്ന എന്തെങ്കിലും സംസാരം ഉണ്ടായിക്കഴിഞ്ഞാൽ തന്നെയും നിങ്ങൾ കൂടുതലും പ്രൊവോക്ഡ് ആവാതിരിക്കുക. ക്ഷമയോടുകൂടി കാര്യങ്ങൾ ഡീല് ചെയ്യുക. കാരണം ഇതിനകത്ത് ഈ ഒരു റിലേഷൻഷിപ്പ് മുമ്പോട്ട് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എഫേർട്ട് വളരെ പ്രധാനമാണ്. ഇന്നത്തെ ദിവസം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ദിവസമാണ്. നിങ്ങൾ കൂടുതലും സ്നേഹമായിട്ട് തന്നെ നിങ്ങളുടെ വ്യക്തിയോട് പെരുമാറാൻ ശ്രമിക്കുക. പിന്നെ ഇവിടെ ഏഞ്ചൽസിന് നിങ്ങളോട് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഇത്രയും ദിവസം അനുഭവിച്ചിരുന്ന ആ ഒരു സിറ്റുവേഷന് ഇന്നത്തെ ദിവസം തൊട്ടൊരു മാറ്റം വരാനിരിക്കുന്നു എന്ന് തന്നെയാണ്. അതുകൊണ്ടാവാം ഇവിടെ യൂണിവേഴ്സ് നിങ്ങളുടെ അടുത്ത് പറയുന്നത്, നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹമുണ്ട്, നിങ്ങളുടെ അടുത്ത് ഇന്ന് സ്നേഹമായിട്ട് സംസാരിക്കും. തേർഡ് പേഴ്സണുമായിട്ട് ഇന്നത്തെ ദിവസം കോണ്ടാക്റ്റ് ഉണ്ടെങ്കിൽ തന്നെയും നിങ്ങളാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നിങ്ങളുടെ വ്യക്തിയുടെ അടുത്ത് കൂടുതൽ സംശയകരമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നതിൽ നിന്ന് ഇന്ന് ഒഴിഞ്ഞു മാറി നിൽക്കുക. പകരം സ്നേഹത്തിൽ മാത്രം സംസാരിക്കുക. നിങ്ങളുടെ അടുത്ത് ഇന്ന് വരെ മറച്ചു വെച്ചിരുന്ന കാര്യങ്ങൾ ഒരു 6 മാസത്തിനുള്ളിൽ നിങ്ങളുടെ അടുത്ത് തുറന്ന് സംസാരിക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോഴുള്ള നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾ മൂവ് ഓൺ ആവാൻ ടൈം ആയിട്ടില്ല. നിങ്ങളിപ്പോൾ ഹോൾഡ് ചെയ്യുക, ഈ ഒരു റിലേഷൻഷിപ്പിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുക എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ഈ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് തന്നെ മനസ്സുരുക്കി പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശവും അഭിപ്രായം കമൻസായും രേഖപ്പെടുത്തുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ആൻഡ് താങ്ക് യു.